സംസ്ഥാനത്ത് റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞത് ടയർ ഉൽപ്പാദകരെ ആശങ്കയിലാക്കി. കാലവർഷം ആദ്യ മാസം പിന്നിടുമ്പോൾ കേരളത്തിൽ ടാപ്പിംഗ് ദിനങ്ങൾ വിരലിൽ എണ്ണാവുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങിയത് വ്യവസായികളെ പ്രതിസന്ധിയിലാക്കും. നിരക്കുയർത്തി സ്റ്റോക്കിസ്റ്റുകളെ ആകർഷിക്കാൻ നടത്തിയ അവസാന തന്ത്രവും പാളിയതോടെ പല കമ്പനികളും ഉൽപ്പാദനം കുറച്ചു. മികച്ച ഇനം ഷീറ്റിന് വില കിലോയ്ക്ക് 207 രൂപ ഉയർത്തിയിട്ടും കാർഷിക മേഖലയിൽ നിന്ന് വരവ് നാമമാത്രമായി. ഫെബ്രുവരി മുതൽ പകൽ താപനില ഉയർന്നതിനൊപ്പം കർഷകർ ടാപ്പിംഗിൽ നിന്ന് പിന്തിരിഞ്ഞതിനാൽ ഉൽപ്പാദന മേഖലയിൽ കരുതൽ ശേഖരം കുറഞ്ഞു. മെയ് രണ്ടാം പകുതിയിലെ വേനൽ മഴയിൽ തോട്ടങ്ങളിൽ മഴമറ ഒരുക്കാൻ അവസരം നഷ്ടപ്പെട്ടത് ജൂണിൽ ടാപ്പിംഗിനെ ബാധിച്ചു. ഇതിനു മുമ്പ് ഉറപ്പിച്ച വിദേശ കരാറുകൾ പ്രകാരമുള്ള ഇറക്കുമതി റബ്ബർ ജൂണിൽ എത്താഞ്ഞത് സ്ഥിതി കൂടുതൽ വഷളാക്കി. പ്രതികൂല കാലാവസ്ഥ കാരണം മറ്റു രാജ്യങ്ങളിലും ടാപ്പിംഗ് സ്തംഭിച്ചതിനാൽ അവിടെ നിന്നുള്ള ഷീറ്റ് യഥാസമയം എത്തിയില്ല. ആഭ്യന്തര ചരക്ക് ക്ഷാമം തൽക്കാലം തുടരുമെന്നതിനാൽ റബ്ബർ വില ഉയർന്നത് അവസരമാക്കി ടയർ വില വർദ്ധിപ്പിക്കുവാൻ അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.